വൈകിയ വേളയിൽ നിങ്ങളോടുകൂടി ആയിരിക്കാൻ ദൈവം തന്ന നല്ല സാവകാശനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രയർ ലൈൻ കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു, കുടുംബം, സഭ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ നിങ്ങളെ ആരെയും തന്നെ ഒരു പരിചയവും ഇല്ല, എന്നാൽ ഈ മാർച്ച് 31 നാട്ടിലൊരു ആഴ്ചത്തേക്ക് ഒരു വിവാഹം സംബന്ധിച്ച് കടന്നു വരുവാൻ സഹായിച്ചു. ആ വിവാഹ സമയത്ത് ബ്രദർ സണ്ണി മത്തായി ഡാളസിൽ നിന്ന് കടന്നു വന്നു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഒരു ഇന്ററാക്ഷൻ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രയർ ലൈൻ ഉണ്ട്, നോർത്തിൽ നിന്ന് വന്ന ഒരു സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ വചനത്തിന്റെ ഒരു ആലോചന പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുക. അങ്ങനെയാണ് ഇന്ന് വൈകിയ വേളയിൽ നിങ്ങളുടെ മധ്യത്തിൽ ഇന്ത്യൻ ടൈമിലും അവിടുത്തെ പ്രഭാതത്തിൽ നിങ്ങളോട് ആയിരിക്കാൻ ദൈവം സഹായിച്ചത്. യാതൊരു പരിചയമില്ലാത്ത ഒരു ഗ്രൂപ്പില്, നമ്മൾ പരസ്പരം അറിയാത്ത ഒരു ഗ്രൂപ്പില്, ആരും തന്നെ അറിയാത്ത ഒരു ഗ്രൂപ്പിൽ കടന്നു വന്ന് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തന്ന നല്ല സാവകാശനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ പറഞ്ഞ മാതിരി എൻ്റെ പേര് ടൈറ്റസ് സി തോമസ് എന്നാവുന്നു. സ്വദേശം ആലപ്പുഴ ഡിസ്ട്രിക്ട് പള്ളിപ്പാട്. എന്നാൽ ഞാൻ ഏകദേശം ഒരു 18 വയസ്സ് പ്രായമുള്ളപ്പം PTC കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇറ്റാർസി വന്ന് ബൈബിൾ സ്കൂൾ സെമിനാരിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം നാട്ടിൽ വന്നു. അതിനുശേഷം AIT ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ബാംഗ്ലൂരിൽ നിന്നും പഠിച്ച് അങ്ങനെ എസ്റ്റേഷൻ കോഴ്സും ചെയ്ത് 1995 ഇൻഡോറിൽ കടന്നു വരികയുണ്ടായി. അന്ന് മുതൽ ഇന്ന് വരെയും ഈ പട്ടണത്തില് വിവിധ രീതിയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റുപാടുകളുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുവാൻ ആഗ്രഹിക്കുന്ന പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ. ഞാൻ വിവാഹിതനാണ്. എൻ്റെ വൈഫ് ബ്ലെസ്സി ടൈറ്റസ് ഇവിടെ ജനിച്ചു വളർന്നയാണ്. ഒരു മകനുണ്ട്, ഒരു മോനും ഒരു മോളുമുണ്ട്. മകൻ സ്റ്റീവ് ടൈറ്റസ് MSc കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ഫ്രം ഹോം ഇൻഡോറിൽ നിന്ന് ചെയ്യുന്നു. മോള് ഫസ്റ്റ് ഇയർ BBA സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ഈ ചർച്ച് ഇൻഡോർ പെന്റിക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഈ ചർച്ച് 1961 അന്ന് ഒരു ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഇല്ലായിരിക്കുന്ന കാലഘട്ടത്തിൽ 1961 പാസ്റ്റർ AJ ശാമുവേൽ കുംബ്ലാംപുയ റാന്നി കരിങ്കുറ്റിക്കൽ നിന്ന് കടന്നു വരികയുണ്ടായി. അല്ലെങ്കിൽ IPCയിലെ AT ചാക്കോ, AT വർഗീസ് എന്നൊക്കെ പറയുന്നവരുടെ കർത്താവിൽ വിശ്രമിക്കുന്ന കർത്തദാസന്മാരുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നതാണ് ക്യാപ്റ്റൻ ഷമുവേൽ. അങ്ങനെയുള്ള ഒരു ഫാമിലി കുടുംബത്തിൽ നിന്ന്, ആ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് 1961 കടന്നു വന്നു. ഇവിടെ അന്നൊരു വില ഒന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ ചർച്ചാണ് ഇൻഡോർ പെന്റിക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ്. കഴിഞ്ഞ കോവിഡിന്റെ സെക്കൻഡ് വേവില് ഒരുപക്ഷെ നാട്ടിലും എല്ലാം ന്യൂസ് ചാനലിൽ വന്നതാണ്. അപ്പച്ചനും അമ്മച്ചിയും മോനും അങ്ങനെ ഒരു 10 ദിവസത്തിനിടയ്ക്ക് 3 പേർ ഒരുമിച്ച് കർത്താവിൽ ചേർക്കപ്പെടുകയുണ്ടായിരുന്നു. പാസ്റ്ററിന് 87 മമ്മിക്ക് 83 വയസ്സുമായിരുന്നു. പക്ഷെ ബ്രദറിൽ തന്നെ 61 ഇയേഴ്സേ ഉള്ളായിരുന്നു. അങ്ങനെ ആ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചർച്ചിന്റെ പറയുണ്ട്. അന്ന് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. എന്നാലും കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഇൻഡോറിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 28 വർഷത്തോളമായി ചർച്ചും ഇതിനോട് ചുറ്റുപാടുമുള്ള പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യാദൃച്ഛമായി ഇങ്ങനെ നാട്ടിൽ കടന്നു വരാറുണ്ട്. എന്നാൽ പൗലോസ് പറയുന്ന മാതിരി എനിക്ക് ലാഭം എന്നുള്ളതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണി സകലത്തെയും വിട്ട് ഈ പട്ടണത്തിൽ കടന്നു വരുവാൻ ദൈവം തന്ന സാഹചര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലാംഗ്വേജുകളെല്ലാം പഠിച്ച് ഇവിടുത്തെ സർവീസ് ഇന്ത്യ മെയിൻ ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരുന്ന കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അത് ആൾക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്തവരെല്ലാം തിരിച്ച് സൗത്ത് ഇന്ത്യക്ക് പോവുകയുണ്ടായി. അങ്ങനെ ഒരു ബൈലാംഗ്വേജിലൂടെ ചർച്ച ഉണ്ട്, ആരാധന നടക്കുന്നു. എങ്ങനെ ഞങ്ങളൊരു ലോക്കൽ ലാംഗ്വേജിൽ പല ലാംഗ്വേജും കൾച്ചറിൽ നിന്ന് വന്ന ആൾക്കാരുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നു. ഇതിന് ഉപരിയായിട്ട് അടുത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലെല്ലാം ട്രൈബൽ ബെറ്റുകളെല്ലാം ദൈവ ശുശ്രൂഷയിൽ വ്യാപ്തമായി ഇൻവോൾവ് ആകാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജോയിൻ ആയിരിക്കുന്ന ഓൺലൈനിലും സൂമിലും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്ത്യ വന്ദനം അറിയിക്കുന്നു. ഞാൻ 1-2 വാക്യം വായിച്ച് അതിനോടനുബന്ധിച്ച് സാക്ഷ്യവും വചനവും കൂടെ
ദൈവത്തിന്റെ ആത്മ നടത്തുന്ന പോലെ നിങ്ങളുടെ മധ്യത്തിൽ ചില നിമിഷങ്ങൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് സാക്ഷ്യത്തോടനുബന്ധിച്ച് തന്നെ ദൈവവചന ശുശ്രൂഷയ്ക്കും അല്പസമയം ചേർന്ന് ചിന്തിക്കാൻ വേണ്ടി 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അതിന് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 3 മുതലുള്ള വാക്യങ്ങൾ. 2 പീറ്റർ 1-ാം അധ്യായം 1st ചാപ്റ്റർ 3-4 വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ നിർത്തുവാനുണ്ടായിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഈ വചന അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യുന്നു. അതിനു മുമ്പായിട്ട് നാം ഈ ലേഖനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന 2 ലേഖനങ്ങൾ, പത്രോസിന്റെ 2 ലേഖനങ്ങളിലും ആദ്യത്തെ ലേഖനം എക്സ്റ്റേണൽ സഫറിങ്, എക്സ്റ്റേണൽ പ്രോസിക്യൂഷൻ, ബാഹ്യമായി സഭയ്ക്കെതിരായി കടന്നു വരുന്നതായ ഉപദ്രവങ്ങളെയും പീഡനങ്ങളുടെ മധ്യത്തിൽ സാധാരണ എപ്പിസിലായി എഴുതി വിശ്വാസികളെ ഉറപ്പിക്കുമ്പോൾ, രണ്ടാമത്തെ ലേഖനം അതിന്റെ പല വശങ്ങളുണ്ട്, പല കോണ്ടസ്റ്റ് ഉണ്ട്, പല വൃത്താന്തങ്ങളുണ്ട്. എന്നാൽ 2-ാം ലേഖനത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഞാൻ ഈ വാക്യത്തോടനുബന്ധിച്ച് പറയുന്ന കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ട് കടന്നു വരുന്ന പീഡനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീഡനം എന്ന് പറയാനൊക്കത്തില്ല, പരീക്ഷകളും പരിശോധനകളും കടന്നു വരുമ്പോൾ അതിൽ നമ്മെ എങ്ങനെ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും എന്നുള്ളത് ആ വിഷയം കേന്ദ്രീകരിച്ചാണ് അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. 1-ാം ലേഖനത്തിൽ അതിശക്തമായ സഭ ഉപദ്രവത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനം ഉറപ്പിച്ചു നിർത്തിക്കുവാൻ വേണ്ടി, ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ അഗ്നിക്ക് തുല്യമായ പരീക്ഷ കടന്നു വരുമ്പോൾ, നാം ചിന്തിക്കാത്തതും ഓർക്കാത്തതായ പല കാര്യങ്ങൾ ആ പരിശോധനയിൽ കടന്നു വരുമ്പോൾ അതിനകത്ത് എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഇന്റേണൽ ക്രൈസിസും വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടത്തിലും ചർച്ചിനകത്ത് വരുന്ന ഇന്റേണൽ ക്രൈസിസിനും മധ്യത്തിൽ ഇന്റേണൽ പ്രോബിൾ അകത്ത് കടന്നു വരുന്ന വിഷയത്തിലും നാം എങ്ങനെ ദൈവസന്നിധി ഉറച്ചു നിന്ന് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകണമെന്നുള്ളത് നാം ഈ ലേഖനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആരംഭമായി വായിച്ച ഭേദഭാഗ്യത്തില് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. തന്റെ മഹത്വത്താലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ. അപ്പൊ നമ്മുടെ വിളിയെ പറ്റിയാണ് കാണുവാൻ സാധിക്കുക. നാം ക്രിസ്തുവിലായിരിക്കുന്നതും ക്രിസ്തു നമ്മെ വിളിച്ചത് കൊണ്ട് മാത്രമാണ്. നാം നമ്മുടെ ചോയ്സിനാൽ നാം തിരഞ്ഞെടുക്കപ്പെട്ട്, നാം കർത്താവിനെ തിരഞ്ഞെടുത്ത്, നാം കർത്താവിനെ നമ്മുടെ ചോയ്സായി തിരഞ്ഞെടുത്തുവെന്ന് പറയുന്നതിനുപരിയായിട്ട് ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്ത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ വിളിക്ക് പ്രതികരിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. അത് ദൈവത്തിന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചിരിക്കുന്നു. അതല്ല ചിന്തിക്കാനുള്ള വിഷയം. നമ്മെ വീര്യത്താലും വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി. ഒരു വാക്ക് ഇവിടെ എനിക്ക് വളരെ എംഫസൈസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ വിളിച്ചവന്റെ വീര്യത്താലുള്ള പരിജ്ഞാനത്താലുള്ള അവന്റെ ദിവ്യ ശക്തി. ക്ഷമിക്കണം കേട്ടോ, ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് മലയാളം. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം, ഈ ഒരു വർഷത്തിൽ 24-25 ഈ ഒരു മാസം മാത്രമാണ്, മാർച്ചിൽ മാത്രമാണ് എൻ്റെ മാതൃഭാഷയിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. ഞങ്ങളുടെ ചർച്ച ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോക്കൽ ലാംഗ്വേജിലാണ്. അപ്പൊ ചെറിയ ഒരു കണക്ഷന് അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ കാണുവാൻ സാധിക്കും, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി. ഈ വേർഡ് ആദ്യം എന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ നിർത്തിയിരിക്കുന്നതായ ശക്തി എന്ന് പറയുന്നത് ഈ ദിവ്യ ശക്തിയാണ്, ഡിവൈൻ പവർ. ഗ്രീക്കിൽ ഒരു വേർഡ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതും തിയോയിസ്, ഡുനാമിസ് എന്ന് പറയുന്ന തിയോയിസ് ഡുനാമിസ് എന്ന് പറയുന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് അതിന്റെ പല അർത്ഥങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും. അതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി, ദിവ്യ ശക്തി. ഈ ദിവ്യ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് ഈ നശ്വരമായ പാപമായ അധർമ്മത്തെയും അപരാധത്തിലും ദുഷ്ടതയിലും നിറഞ്ഞു നിൽക്കുന്നതായ വിശ്വാസത്തിനെതിരെ കടന്നു വരുന്ന സാത്താനി അന്ധകാരത്തിന്റെ ശക്തിയുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ദൈവസ്ഥലി നിലനിന്ന് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവ്യ ശക്തി ആവശ്യമായിരിക്കുന്നു. ഈ ദിവ്യ ശക്തി 1990-കളിലെ എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തു. ഞങ്ങളുടെ മാതൃ ചർച്ച് ആ സമയത്ത് ഏകദേശം 40 പേര് മാത്രം കൂടി വരുന്ന ഒരു പഴയ ചർച്ചായിരുന്നു. ആ സമയത്ത് തുടങ്ങി എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30 വർഷം 20 വർഷത്തോളം കഴിഞ്ഞെന്ന് തോന്നുന്നു. 25-30 വർഷമായ ചർച്ച, 90s കാര്യം പറയുന്നത്. ആ സമയത്ത് കേവലം 40 പേരായിട്ട് നിന്നിരുന്ന ചർച്ചിൽ ഒരു ഉപവാസപ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വെക്കുകയുണ്ടായി. ഞങ്ങൾ 10 മക്കളാണ്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. ഒരു ചെറുകിട വ്യാപാരി കുടുംബത്തിൽ നിന്ന് ദൈവസ്ഥലിൽ കടന്നു വന്നു. മദർ ബാക്ക്ഗ്രൗണ്ട്, IPC, ഫാദറിന്റെ ബാക്ക്ഗ്രൗണ്ട്, ബ്രദറിന്റെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരു ഇന്റർ ഡിനോമിനേഷൻ ആയിട്ടുള്ളതായ ഒരു കുടുംബത്തിൽ കടന്നു വന്നു. അന്ന് ആത്മീയരാണോ, ആത്മീയ തീഷ്ണതയുണ്ടോ, ഉണ്ട്. എന്നാൽ ബ്രദറനാണോ, ബ്രദറൻ. ആ ഒരു ചുറ്റുപാടിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തില് 90s ഉപവാസ പ്രാർത്ഥന നടക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3-ാം ദിവസം ദൈവം എന്നെ പിടിക്കുകയുണ്ടായി. അന്ന് ഞാൻ അർദ്ധരാത്രിയിൽ ഏകദേശം 2 മണിക്ക് ഈ ദിവ്യ ശക്തി പ്രാപിച്ചു. എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. 1991 കാര്യം പറയുന്നത്, 1991 മാർച്ച് മാസത്തിൽ നടക്കുന്ന 91 മാർച്ചിൽ നടക്കുന്ന സമയം, ആ വർഷം തന്നെ ഞാൻ ഇറ്റാർസിയിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ അവിടെ 3 വർഷം പഠിച്ച് 94 മാർച്ച് 31 ഞാൻ നോർത്ത് ഇന്ത്യ ഇറ്റാർസിയിൽ തിരിച്ച് നാട്ടിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി കടന്നു വരുമ്പോൾ ഡിസിഷൻ ചെയ്തിരുന്നു, ഇനിയും മേലാൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ കടന്നു വരികയില്ല, ഇതെനിക്ക് അനുകൂലമുള്ള ദേശമല്ല എന്ന് ഞാൻ എന്നെ തന്നെ ആശ്രയിച്ച് ഞാൻ തിരിച്ചു മടങ്ങിപ്പോവുകയുണ്ടായി. സിമ്പിൾ റീസൺ ആണ്, ഉത്തരേന്ത്യൻ ക്ലൈമറ്റും പലരും വന്നിട്ടുള്ളവർക്കായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് പോയവർക്ക് അറിയാൻ സാധിക്കും. സിവിയർ ചൂടാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള ചൂടും, തണുപ്പാണ് സിവിയർ ആയിട്ടുള്ള ചൂട്. ഈ മാർച്ച് ഏപ്രിൽ മാസം കടന്നു വരുമ്പം നല്ല ചൂട് മുഖാന്തരം ചെറിയ ബ്ലീഡിങ് മൂക്കിനകത്തുനിന്ന് കടന്നു വരികയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വന്നപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു 94 31 തിരിച്ചുപോയി. എന്നാൽ അവിടെ 95 ന്യൂ ഇന്ത്യ തിയോളജിക്കൽ സെമിനാർ സ്പെഷ്യൽ ഒരു BTH കോഴ്സ് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാദൃച്ഛ്യമായും, എനിക്ക് ഓർമ്മയില്ല യഥാർത്ഥമായ സ്ഥലം, പായിപ്പാട്ടിൽ നിന്ന് കുറച്ചൊരു 3-4 കിലോമീറ്ററും മുൻപോട്ട് പോകുമ്പോൾ കുറ്റിപ്പുഴയാണോ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എത്ര എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഒരു കർത്തദാസിനെ എൻ്റെ ഒരു സ്നേഹിതം വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം. അവിടെ പോയ ദൈവത്തിന്റെ ആലോചന. അപ്പൊ 95 ഗ്രാജുവേഷനുള്ള സമയം കടന്നു വരുന്നു. ദൈവം തീർച്ചയായും നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചുപോയി. അല്പസ്വല്പ വിക്കുള്ള ഒരു കർത്തദാസനും ദാസിയായിരുന്നു. ഒരു ദൂത് പറയുകയുണ്ടായി, നിന്നെ ഞാൻ ഇവിടെ അല്ല കണ്ട, നീ എന്തിനു ഇവിടെ വന്നെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. ദൈവത്തിന്റെ ആത്മാവിൽ എന്നോട് ഇടപെട്ട് അന്ന് ഞാൻ പിന്നെയും റീഡെഡിക്കേറ്റ് ചെയ്ത്, നീ എന്ത് പ്രശ്നം വന്നാലും ഞാൻ തിരിച്ച് നോർത്ത് ഇന്ത്യയിൽ പോവാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 1995 ജൂൺ ലാസ്റ്റിൽ ഞാൻ ഇൻഡോറിൽ കടന്നു വന്നൊരു ബൈബിൾ സ്കൂളിൽ രജിസ്ട്രാർ ആയിട്ട്, അങ്ങനെയാണ് ഞാൻ ഇൻഡോറിൽ കടന്നു വരാനുള്ള ഒരു കാരണമുണ്ടായത്. അങ്ങനെ കടന്നു വന്നിരിക്കുന്ന സമയത്ത് ആ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചു. തിരിച്ച് പിന്നെയും ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും, പലപ്പോഴും നമ്മൾ ദൈവാലോചനയെ മറികടന്ന് നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ നമ്മൾ ബന്ധപ്പെടാറുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ 30 വർഷത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഞാൻ സാധിച്ചത്, ദൈവഹിതത്താൽ നമ്മെ വിളിച്ച് വേർതിരിച്ചു ഇരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകളെയും കഷ്ടങ്ങളെയും അതിജീവിപ്പാൻ ഈ ദിവ്യ ശക്തി നമുക്ക് പര്യാപ്തമാകുന്നു. ഈ ദിവ്യശക്തി എന്താവുന്നെന്ന് പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഈ ദിവ്യ ശക്തി എൻ്റെ അകത്ത് കിടന്നിടത്തോളം സമയം 95 വന്നു. 96 ഒക്ടോബറിൽ വിട്ടിട്ട് പോകാൻ, ഞാൻ തിരിച്ച് മടങ്ങി പോകാൻ പിന്നെയും തീരുമാനിച്ചു. അങ്ങനെ നാട്ടിൽ വിവാഹാലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് ഇൻഡോറിൽ നിന്ന് ഒരു വിവാഹാലോചന കടന്നു വരികയും ആ വിവാഹം പെട്ടെന്ന് നടക്കുകയും ചെയ്തു. അതൊരു മുഖാന്തരമായി തീർന്നു തിരിച്ച് എന്നെ നോർത്ത് ഇന്ത്യയിൽ ഉറപ്പിക്കുവാനുള്ള സാഹചര്യം. അങ്ങനെ ഞാൻ കേൾക്കുകയോ കാണുകയോ ഇല്ലാത്തതായ പാസ്റ്ററുടെ കുടുംബത്തിലും ഞാൻ ആദ്യം ഓർമ്മിച്ചുള്ള പാസ്റ്റർ AJ ശാമിന്റെ ഇളയ മകളായ ബ്ലസ്സിയെ വിവാഹം കഴിക്കാൻ സാധിച്ചു. അങ്ങനെ തിരിച്ച് 96 പിന്നെ ഞാൻ ഇൻഡോറിൽ ശുശ്രൂഷ ആരംഭിച്ചു. ബൈബിൾ സ്കൂൾ. ആ ബൈബിൾ സ്കൂള് ഇവിടുന്ന് കൂട്ടിക്കെട്ടി പോവുകയുണ്ടായി. പിന്നെ സ്ട്രീറ്റ് മിനിസ്ട്രി തൊട്ട് പൈനറിങ് ചെയ്ത് ആ നിമിഷം തൊട്ട് ഞാൻ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2000, അപ്പം ഏകദേശം 10 വർഷത്തോളം ഇൻഡോറിൽ കവർ ചെയ്ത് കഴിഞ്ഞ സമയമാണ്.
അന്ന് നമുക്ക് നല്ല സ്ട്രീറ്റ് മിനിസ്റ്ററി ചെയ്യാൻ, ട്രാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള 90s വരെയും 2004, 2005, 2006 വരെ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അങ്ങനെ ഞാൻ ഈ സ്ലംസിലൊക്കെ പല ട്രൈബൽ ഏരിയയിലും സ്ലംസിൽ പോയി ട്രാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃച്ഛ്യമായിട്ട് ഒരു സഹോദരനെ കണ്ടുമുട്ടുകയുണ്ടായി. ഇവിടെ നിന്ന് ജയ മസീക്ക്, ജയ യേശു. ഞാനപ്പോ ആരും ക്രിസ്ത്യാനികളോ വിശ്വാസികളോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വെച്ച് ഇതാര് എന്നാ കർത്താവിനെ സ്തുതിക്കുന്നു. ജയമസിക്ക് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഒരു ടൈലറിങ് ചെറിയൊരു റൂമിനകത്ത് നിന്ന് തുണി തയ്ച്ചുകൊണ്ടിരിക്കുന്ന ടൈലറിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനോട് പറഞ്ഞു, ഞാൻ നീ ക്രിസ്ത്യാനിയാണ്, ഞാൻ കത്തോലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് കടന്നു വന്നപ്പോൾ ഇവിടുന്ന് ഏകദേശം 190 കിലോമീറ്റർ 200ഓളം കിലോമീറ്റർ ദൂരെ ഒരു ട്രൈബൽ ഡിസ്ട്രിക്ട്, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കണ്ടിത് റെക്കോർഡഡ് ആണ്, പല സെൻസിറ്റീവ് വിഷയങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇൻഡയറക്ട്ലി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരനോട് ചോദിച്ചു, സാറേ നിങ്ങൾക്ക് ഞങ്ങളുടെ വില്ലേജിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവന്റെ കുടുംബത്തിൽ 8 പേരുണ്ട്, 8 മക്കളുണ്ട്. ഇവൻ മൂത്ത മകൻ, ഇവൻ വിവാഹിതനാണ്, കഷ്ടിച്ചൊരു 18-19 വയസ്സാണ്, പക്ഷെ വിവാഹിതനാണ്. അങ്ങനെ ആ ഒരു 1-2 മാസം അവനുമായിട്ട് സംസാരിച്ച് കണക്ട് ചെയ്ത് ഒരു ദിവസം ഇവിടുന്ന് വെളുപ്പിന് ഞാൻ ഇറങ്ങിയ 2 വീലറും കൊണ്ട് ഇവിടുന്ന് പോയി. വഴിമധ്യയിലാണ് മനസ്സിലാക്കിയത്, ആദ്യമായിട്ടുള്ള ഒരു മിഷൻ ട്രിപ്പായിരുന്നു എൻ്റെ ജീവിതത്തിൽ. വഴിമധ്യയിലാണ് മനസ്സിലാക്കിയത് ഇത് നാം ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല എന്ന്. എന്നാൽ ചുരുക്കത്തിൽ പറയട്ടെ, അവിടുന്ന് 2 മല, കുത്തനെയുള്ള 2 മല കവർ ചെയ്ത്, അന്ന് റോഡുകൾ ഒരു സിംഗിൾ ലൈൻ റോഡ് മാത്രമാണ്, വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. കയറി ഏകദേശം 5 മണിക്ക് അങ്ങ് പോയിട്ട് 11 മണിയായപ്പോൾ അവന്റെ ഡിസ്ട്രിക്റ്റിൽ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, വണ്ടി വേഗതയിൽ ഓടിക്കണം, അല്ലെങ്കിൽ തിരിച്ച് കടന്നു വരുന്ന സ്ഥലങ്ങളിൽ പകല് അമ്പെയ്ത് വില്ലും അമ്പും കൊണ്ട് എയ്ത് ആൾക്കാരെ മുറിവേൽപ്പിച്ചിട്ട് മോഷ്ടിക്കുന്ന സ്ഥലമാണ്. ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഒരു ചെറിയ ഉൾഭയം വന്നെന്നാലും ചെറിയ കുന്നുകൾ കയറി ഇറങ്ങി 12-1 മണിക്ക് മുമ്പ് ഞങ്ങൾ അവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥമായ ആ ട്രൈബൽ ഏരിയയിലുള്ളതായ ജീവിത ശൈലി കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ നിൽക്കുന്ന ചർച്ച ചെറിയൊരു ട്രെയിനിങ് സെന്റർ അന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ സ്റ്റുഡൻസ് ഒന്നുമില്ല, ഏകദേശം ഒരു 5-6 സ്റ്റുഡൻസ്, ചിലപ്പോൾ കേരളത്തിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. 5, 8, 10 ഇങ്ങനെ ട്രെയിനിങ് സെന്ററായിട്ട് നടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. എന്നാൽ ദൈവവേലയ്ക്ക് വേണ്ടി ആൾക്കാരെ എക്വിപ്പ് ചെയ്യണമെന്നുള്ളതായ ഒരു വിഷനും ദർശനം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗാവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സന്ധ്യാസമയത്ത് പല വീടുകൾ കയറി ഇറങ്ങി. കത്തോലിക് ചർച്ച് ഉണ്ട്, എന്നാൽ ഒരു വിശ്വാസി കുടുംബങ്ങളെ കാണുവാൻ ഒന്നും സാധിക്കുന്നില്ല. വൈകുമ്പോൾ അവിടുത്തെ നമ്മുടെ നാട്ടിലെ കള്ളു പറയുന്ന മാതിരി അങ്ങനെയുള്ള ചില വൃക്ഷങ്ങളിൽ നിന്നുണ്ടാക്കിയ താടി ഉണ്ടാക്കി കുടിച്ച് മധുബദ്ധരായി കിടക്കുന്ന കുടുംബങ്ങൾ. എന്നാൽ ഈ ചെന്ന ഭവനത്തിൽ ഞാൻ എന്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു ഇൻസിഡന്റ് ഞാൻ കാണുകയുണ്ടായി. ഞാൻ കിടന്ന പുറത്തും കയറെന്ന് പറയുന്നത് വള്ളി കൊണ്ട് കെട്ടി കയറ്റുകെട്ടിൽ, പണ്ടത്തെ കയറ്റുകെട്ടിൽ മാതിരിയുള്ള ഇവിടെ കാട്ടെന്ന് പറയും, അതിനെ കയറ്റുകെട്ടിൽ മാതിരി വള്ളി കൊണ്ട് കെട്ടിയിട്ട് അതിങ്ങനെ ഊഞ്ഞാൽ മറി ചെറിയ രീതിയിൽ പിള്ളേരെ കിടക്കുന്ന തൊട്ടി മാതിരി ഒരു കട്ടില ഞാൻ അവിടെ ഒരു സൈഡിൽ കിടക്കുന്ന, വെളിയിൽ കിടക്കുന്ന അതിനുള്ള സാഹചര്യമുള്ളൂ. ചൂട് സമയമാണ്. അതിന്റെ അടുത്ത് ഒരു കട്ടിലിൽ 2 കുഞ്ഞു കുട്ടികൾ 3ഉം 5ഉം വയസ്സ് കാണും, വെറും വൃത്തികെട്ടതായ സ്ട്രീറ്റ് ഡോഗിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സീൻ ഞാൻ കാണുക. അത് എൻ്റെ ഹൃദയത്തിൽ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഏരിയയിലോട്ട് മിഷൻ അല്ലെങ്കിൽ ദൈവം തന്ന ദർശനത്തെ വ്യാപരിപ്പിക്കാൻ സഹായിക്കുകയുണ്ടായി. അവിടോട്ട് എത്തിച്ചേരുവാൻ ഒരു കാരണമായിട്ട് അന്ന് ഡിസൈഡ് ചെയ്തു. 2 ദിവസം അവിടെ നിന്നും ഭക്ഷണ രീതികൾ ടോട്ടലി ഡിഫറൻറ്റ്, നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്ത ഭക്ഷണങ്ങൾ, അതെല്ലാം ആദ്യമായിട്ടുള്ള അനുഭവം ആയതുകൊണ്ട് സഹകരിച്ചു ദൈവം തന്ന ബലത്തിലും ദൈവം തന്ന ശക്തിയാൽ അതെല്ലാം ഭക്ഷിച്ച് 2 ദിവസം അവിടെ താമസിച്ച് കയറി ഇറങ്ങി ഒരു ഡിസിഷൻ ചെയ്തു, നാം കാണുന്ന ബൈബിൾ സ്കൂൾ അല്ല ഇനി നമുക്ക് വേണ്ടിയത്, അവിടുന്നുള്ള സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ട്രെയിനിങ് ചെയ്യുക. അപ്പം കർത്താവ് ആരാന്ന് അറിയാത്ത ഒരു കൂട്ടം ജനം, അങ്ങനെ ഒരു ഭാഗത്ത് കത്തോലിക്കലിന്റെ ഒരു ചെറിയൊരു കൂട്ടം കാണുന്നു, അതിന് ചുറ്റുപറ്റി കെട്ടിക്കിടക്കുന്ന ചെറിയ കുന്നുകൾ മാതിരി മലകളിൽ കയറി ഇറങ്ങി നടക്കുമ്പോൾ താമസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. വസ്ത്രധാരണങ്ങൾ ഡിഫറൻറ്റ്, ഭക്ഷണം സ്കൂളിൽ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് 5-ാം ക്ലാസ് 6-ാം ക്ലാസ് വരെ കഷ്ടിച്ച് 7-ാം ക്ലാസ് വരെ സ്കൂളുണ്ട് അവിടെ. ആ ഏരിയയിൽ കുറച്ച് ദൂരെ 10-15 കിലോമീറ്റർ ദൂരെ. ആ സമയത്തെ കാര്യം 2004-05 കാര്യങ്ങളാണ് പറയുന്നത്. അവിടുന്ന് ഞാൻ കയറി ഇറങ്ങി ഈ സ്കൂളിൽ 5-ഉം 6-ഉം 7-ഉം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്ത പിള്ളേരെ ഐഡന്റിഫൈ ചെയ്ത് സ്കൂളിംഗ്
എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട് അവരെ കൊണ്ടുവന്ന് ചർച്ചിൽ താമസിപ്പിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും ഒരു 10 മുതൽ 15 സ്റ്റുഡൻസിനെ കൊണ്ടുവരും. സുവിശേഷം കേട്ടിട്ടില്ല. അവിടുത്തെ രീതി ഇന്നും 16ഉം 17ഉം വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങൾ വിവാഹിതരാണ്, ചെറുക്കന്മാർ വിവാഹം ഇന്നും യാഥാർത്ഥ്യം. കേരളമായിട്ട് തുലനം ചെയ്തു കഴിഞ്ഞാൽ ഇന്നും 35 മുതൽ 40 വർഷം പിന്നോക്കമായി നിലകൊള്ളുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. നമ്മൾ സർക്കാർ അവരുടെ ഡാറ്റയും കാര്യങ്ങളും പൊളിറ്റീഷ്യന്മാർ പറയാൻ ഒത്തിരി ഉണ്ട്, എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാകുന്നു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ ഇവിടെ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്കൂള് വേറെ ഒരാളുടെ കുടുംബത്തോട് ചേർന്നുണ്ടായിരുന്നു. അവിടെ കൊണ്ട് ഫ്രീ ആയിട്ടും ഇവിടെ രാവിലെ ബൈബിൾ സ്കൂളും ഉച്ച കഴിഞ്ഞ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് പലരെ എഡ്യൂക്കേറ്റഡ് ആക്കി ഏകദേശം 6 വർഷം റെഗുലറായിട്ട് അവിടെ പോയി വന്നും നിന്നോ അവിടെ കൂട്ടായ്മകൾ, സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം സഹായിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ഈ സാഹചര്യത്തിൽ 2012 ഡിസംബർ 1 രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു മിഷൻ ട്രിപ്പിനായിട്ട് കടന്നു പോവുകയുണ്ടായി. 2012 ഏകദേശം 6 വർഷം കഴിഞ്ഞ് 1, 2, 3, 4 പേരായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്നാനപ്പെട്ട് ചെറിയ ചെറിയ കൂട്ടായ്മകൾ അവിടെ കടന്നു വരികയുണ്ടായി. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ, ആ ദിവ്യ ശക്തി എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടും മുൻപ് കടന്നു വരുന്ന സകല പരിശോധനകളെ തകർക്കുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെ അതിജീവിപ്പാനുള്ള ഒരു കൃപയും ശക്തി ഈ ദിവ്യ ശക്തിയാൽ പ്രാപിച്ചിരുന്നത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കുടുംബമായും സഭയായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടും ഇന്ന് വരെ നടക്കാത്ത രീതിയിൽ 6 വർഷത്തിന് ശേഷം ഇടയ്ക്കെല്ലാം 1, 2, 3 പേര് അവിടുന്ന് ഇവിടെ വന്ന് സ്നാനപ്പെട്ടു. അവിടെ പോയി സീക്രട്ടായിട്ട് സ്നാനപ്പെടുത്തിയൊക്കെ നടന്ന് ചെറിയ ചെറിയ കൂട്ടങ്ങൾ കടന്നു വരികയുണ്ടായി. 2012 ഏകദേശം 43 പേര് ഒരുപോലെ സ്നാനപ്പെട്ടു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു. ശ്രദ്ധിക്കണമേ, സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ട് വന്നവരും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാത്തവരെ കൊണ്ടുവന്ന് ട്രെയിനിങ്ങിൽ എഡ്യൂക്കേറ്റ് ചെയ്തും സുവിശേഷീകരണം ചെയ്തും അപ്പൊ അങ്ങനെ കുറെ പേര് ഒരു 25 to 30% ഡ്രോപ്പ് ഔട്ട് ആയിട്ട് തിരിച്ചു പോകും. എന്നാൽ ഒരു 60-70% നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ അവർ മുൻപോട്ട് ട്രെയിനിങ് ചെയ്ത് അതിനകത്ത് പലരും ഇന്നും ചർച്ചിലെ പാസ്റ്റേഴ്സായി പല ഡിനോമിനേഷനിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, അന്ന് അവിടെ ഒരു ശുശ്രൂഷ ചെയ്ത് ഞാൻ മടങ്ങി വേറൊരു ഡിസ്ട്രിക്റ്റിൽ വന്ന് അവിടെ 9 പേരെ ആദ്യമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഒരു വില്ലേജില് നടന്ന ഒരു വലിയ അത്ഭുതമാണ്. അത്ഭുതത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു ഇൻസിഡന്റ് നടന്നു. ആ ഇൻസിഡന്റിൽ അഭ്യാസം അറിയാത്ത ഒരു കർത്തദാസം പ്രാർത്ഥിച്ച് വലിയൊരു മിറക്കിൾ അവിടെ നടന്നു. അവിടെ ഒരു സുവിശേഷം എത്തിച്ചേരുവാൻ കാരണമായി തീർന്നു. അങ്ങനെ അവിടെ 9 പേരെ സ്നാനപ്പെടുത്തി ഞങ്ങൾ തിരിച്ച് ഇൻഡോറിലോട്ട് മടങ്ങി വരാനിരിക്കുമ്പോൾ ഒരു വണ്ടിയിൽ പോലീസ് വന്ന് ആരോ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ന്യൂട്രലി, ഒന്നുമില്ല, ശാന്തമായിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വീട്ടുകാർ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല, ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല, ഒരു കംപ്ലൈന്റ് ഇല്ല, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ ദൂരെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വന്ന് ഞങ്ങളെ ന്യൂട്രലായിട്ട് വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. അത് December 2 സംഭവം നടക്കുന്നതും. അന്നൊന്നും ഇത്രയും പേഴ്സിക്യൂഷൻ അല്ലെങ്കിൽ ഉപദ്രവം, പീഡനങ്ങളൊന്നും പടർന്നു പിടിച്ചിട്ടില്ല. എന്നാൽ MP-യിലെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞപ്പോൾ MP-യില് അതിനു മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ട്രൈബൽ ഏരിയയിലെ പല ചർച്ചുകൾ 2002-04 കത്തിക്കുകയുണ്ടായി. അപ്പൊ അവിടെ സെൻസിറ്റീവ് ആയി തുടങ്ങിയായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തില് ഞങ്ങൾ ന്യൂട്രലി വിളിച്ച് അവിടെ കൊണ്ടുപോയി TI വരുമ്പം, സർക്കിൾ വരുമ്പം കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞ് അവിടെ ഇരുത്തി. 1:30 കൊണ്ടിരുത്തി. 2:30 3 മണിയായപ്പോഴത്തെ ഏകദേശം 300 പേര് വന്ന് സ്റ്റേഷനിൽ വളയുകയും പോലീസും അവരോട് സെറ്റ് ചെയ്ത് ഞങ്ങളെ മെന്റലി ഹറാസ് ചെയ്ത്. അപ്പൊ വില്ലേജുകാരും ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു 17 വയസ്സുള്ള ഒരു കുഞ്ഞും ഒരു പയ്യനും അവിടെ നോക്കുന്ന ഒരു വാർഡന് ട്രെയിനിങ്ങിലുള്ള ബീഹാറുകാരൻ പയ്യനും ഞാനും 4 പേര് ഞങ്ങൾ അകത്ത്, ബാക്കിയുള്ളവർ പുറത്തും. അങ്ങനെ വളരെയധികം പ്രതികൂലം. ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവം. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അന്ന് ഇരുത്തി അവര് ഹറാസ് ചെയ്ത് ജീവിതത്തിൽ കേൾക്കാത്ത തെറി, കേൾക്കാത്ത ഞങ്ങൾ കുട്ടനാടൻ ഏരിയയിലാണ് ഞങ്ങളുടെ താമസിക്കുന്നതിന്റെ പിൻഭാഗങ്ങളെല്ലാം ലേബർ ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന. അവിടെ ഞങ്ങൾ മാത്രം ഒരു വിശ്വാസ കുടുംബം ഡോമിനേറ്റ് ചെയ്ത് ജീവിച്ച്, ക്രിസ്ത്യ കുടുംബം ഡോമിനേറ്റ് ചെയ്ത് ജീവിച്ച് പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിരിപ്പം എനിക്കിത് സഹിക്കുന്നതിന് വളരെ അപ്പുറമായി തീർന്നു. ഇത്രയും തെറിവിളി, ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത വൾഗർ, അബ്യൂസീവ് ലാംഗ്വേജ്, കയ്യേറ്റം ചെയ്യാൻ ഒക്കത്തില്ല. അതിനകത്തിരുത്തിയിരിക്കുന്നതുകൊണ്ട് പോലീസ് വന്ന് തെറി വിളിക്കുന്നു, മീഡിയക്കാർ വന്ന് തെറി വിളിക്കുന്നു, ഈ 300 പേര് വന്ന് അവരുടെ ലീഡേഴ്സ് വന്ന് ഓരോ ടേൺ ബൈ ടേൺ വന്ന് തെറി വിളിക്കുന്നു. മിഡ് നൈറ്റ്, ചുരുക്കത്തിൽ പറയാം, ഇൻഡോറിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഡോറിൽ അറിയിക്കാൻ പറ്റുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല.
രാത്രിയിൽ അവർ FIR ഇടാൻ തീരുമാനിച്ചു. കൂടുള്ള രണ്ടുപേരെ ഫോഴ്സ് ചെയ്ത്, നിങ്ങൾ അവരുടെ പേരിൽ എനിക്കെതിരെ ഫോഴ്സ് ചെയ്യണം, FIR ഇടണമെന്ന്. എന്നാൽ ദൈവം വിളിച്ചവൻ വിശ്വസ്തനായിരുന്നു. ആ ഗ്രാവിൽ നിന്നും സ്നാനപ്പെട്ട ആദ്യ വ്യക്തി പറഞ്ഞ മോഹൻ, മറ്റുള്ള വിവേക് എന്ന് പറയുന്ന ഒരു പയ്യനും പറഞ്ഞു, ചെറിയ പയ്യൻ, അവനെ ഒത്തിരി ഹറാസ് ചെയ്ത്, എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ തല വെട്ടിയാലും ശരി ഞങ്ങളുടെ സാറിനെതിരെ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യത്തില്ല. അങ്ങനെ അവരുടെ ഗാവിലെ 300 പേര് അവിടെ ഒരു ചെറിയ ഇന്റർണൽ ക്രൈസിസ് മാതിരി വന്നു. അങ്ങ് ഒരു 300 പേരെയും പിടിച്ച് അടുത്ത ഗാവുകാർ വന്നു. അവർ 2 പയ്യനെയും ഗാവിലുള്ളവരെയും കൂട്ടിക്കൊണ്ടുപോയി. ഞാനും ബീഹാറിൽ നിന്ന് വന്ന പയ്യനും മാത്രം ശേഷിച്ചു. രാത്രി വന്ന് എന്നോട് ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഒരു TIയുടെ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ചലഞ്ച് ചെയ്തു, നിന്റെ ദൈവം നിന്റെ ദൈവം നിന്നെ രക്ഷപ്പെടുത്തുന്നെങ്കിൽ ഒന്ന് കാണട്ടെ, എങ്ങനെ രക്ഷപ്പെടുത്തുന്നെന്ന്. നാളെ നിന്നെ ഞങ്ങൾ അകത്തിടുമെന്നാണ്. അപ്പൊ അടുത്ത ദിവസം ശനിയാഴ്ച എനിക്ക് മനസ്സിലായി ഒരു പണിയാണ്. അങ്ങനെ ഇരുന്നപ്പോ രാത്രി 11 ആയപ്പോ ഞങ്ങൾ തകർന്നു. ബീഹാറിൽ കടന്നു വന്ന പുള്ളി 22 വയസ്സ് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഉദയപൂരിൽ പഠിച്ചിട്ട് വന്ന പയ്യനാണ്. ഇവിടെ ട്രെയിനിങ് ചെയ്ത് നിൽക്കുന്ന പയ്യനാണ്. എന്നാ കരയാൻ തുടങ്ങി, ഇനി നമുക്ക് രക്ഷിക്കാം, ഇൻഡോറിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ രാത്രി 12 മണിക്ക് തെറി വിളിച്ച് എന്നെ ചലഞ്ച് ചെയ്തിട്ട് പോയ പോലീസുകാരനോട് പോയി കഴിഞ്ഞ ഉടനെ ഇൻഡോറിൽ വിവരം അറിഞ്ഞിട്ട് അവിടുന്ന് ദൈവം സ്റ്റേഷനിൽ കണക്ട് ചെയ്യുകയുണ്ടായി. ഞാൻ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, രാവിലെ അപ്പൊ ഡൽഹിയിൽ വിഷയം അറിയിച്ച് ഇന്നത്തെ ADF എന്ന് പറയുന്ന എന്റെ ഇന്റർനാഷണൽ ഡയറക്ടർ ആക്കിയ തെമീന മാഡം ഡയറക്ടറിനെ വിളിച്ച് TIയെ വിളിച്ചു. അന്ന് ഓർഗനൈസേഷൻ ലെവലിൽ വന്നിട്ടില്ല, അവരെല്ലാം ഫേസ്ബുക്കിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. ചുരുക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്ന് രാവിലെ കടന്നുപോയി എന്റെ ദൈവം എന്നോട്, നിന്റെ ദൈവം, ഇഫ് യുവർ ഗോഡ് ഈസ് ഏബിൾ ടു ഡെലിവർ യു ലെറ്റ് മീ സീ ഇറ്റ്, നിന്റെ ദൈവം വിടിവിക്കുന്നു സാധിക്കുന്നുവെങ്കിൽ അത് അത്രയും പറയാൻ പോലും അറിയത്തില്ല, വിടിവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ദൈവം വിടിവിക്കുമെന്ന്. എന്നാൽ അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു, നീ എന്ത് വന്നാലും ശരി ഞാൻ തിരിച്ച് നാട്ടിൽ മടങ്ങി പോകാന്ന്. 2012 സെക്കൻഡ് ടൈം തേർഡ് ടൈം ഡിസൈഡ് ചെയ്താണ്. 2005 ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഇൻസിഡന്റ് വന്നുകൊണ്ട് ഞാൻ അന്നും വിചാരിച്ചു പോകുമെന്ന്. അങ്ങനെ 3 ഇൻസിഡന്റ് 3 പ്രാവശ്യം ഞാൻ തീരുമാനിച്ചു പോകുമെന്ന്. എന്നാൽ എന്റെ ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. ഇന്ന് ഈ പട്ടണത്തിൽ ഈ ഏരിയയിലും ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നതിനായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ രാവിലെ കടന്നു വന്നു. ആ പോലീസുകാരൻ വന്ന് ഡൽഹിയിൽ നിന്ന് ഫോൺ വന്നു എന്നോട് ചോദിച്ചു, ഞങ്ങൾ തെറി വിളിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളെ ഒന്നും ഹറാസ് ചെയ്തിട്ടില്ലെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തോ പേടിയായി. സുപ്രീം കോടതിയിലെ കൗൺസിലറായിട്ട് അന്ന് ജോലി ചെയ്യുന്ന മേഡം ആയിരുന്നു. അവര് വിളിച്ചെന്ന് കഴിഞ്ഞപ്പോ ഇവർക്ക് ഇച്ചിരി പേടി തോന്നി. ചുരുക്കം പറയാൻ പകൽ രാവിലെ പിന്നെ ആന്റി ക്രിസ്ത്യൻ സോഷ്യൽ എലിമെന്റ്സ് വന്നു. അപ്പൊ ഞങ്ങളെ ജയിലിൽ വിടാനുള്ളതായ എല്ലാ കാര്യങ്ങളും വണ്ടി ജപ്തി ചെയ്തു. ചെറിയ പഴയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു, എല്ലാം ജപ്തി ചെയ്ത് ബൈബിളെല്ലാം ജപ്തി ചെയ്ത് അങ്ങനെ അവര് പ്രൂഫായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഒന്നും നടക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്ക് 3 മണിയായപ്പോഴത്തേക്ക് ഇൻഡോറിൽ നിന്ന് ഒരു വണ്ടി നിറച്ച് ആൾക്കാർ അവിടെ വരികയും 25 മണിക്കൂർ ലോങ് സഫറിങ്. ആ 25 മണിക്കൂർ എങ്ങനെ കടന്നു പോകാൻ അറിയത്തില്ല. ടോട്ടലി ഹറാസ് ചെയ്തെടുത്തു. ദൈവം പിറ്റേ ദിവസം രാത്രിയും വൈകിട്ട് മുതൽ പിറ്റേ ദിവസം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3, 4, 5 മണിയോളം ആയപ്പോഴത്തേക്ക്, അതായത് 25-26 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് 2 ബൈക്കിൽ അവിടുന്ന് അവരുടെ മുമ്പിൽ നിന്ന് 2 സഹോദരന്മാർ വന്നു. ഏതോ കാവിൽ ഞാൻ അറിയാത്തവർ വന്ന് അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വേറെ വളരെ ദൂരെ കൊണ്ടുപോയി ഇൻഡോറിൽ നിന്ന് വന്ന വണ്ടിയെ കയറ്റി തിരിച്ചു വിടുകയുണ്ടായി. അങ്ങനെ ഏകദേശം 1.5 വർഷത്തിലധികം കേസ് പറയുകയും തനിയെ പല ത്രട്ടണിങ്ങൾ കടന്നു വന്നാലും ഇന്ന് ദൈവനാമത്വത്തിന് വേണ്ടി പകരട്ടെ, ആ സ്ഥലങ്ങളെല്ലാം 100-ലധികം 200-ലധികം ആൾക്കാർ കൂടി വരുന്ന സഭകൾ സ്ഥാപിക്കുവാൻ ഉടലെടുക്കുവാൻ ദൈവം സഹായിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കം പറയുവാൻ സാധിക്കും, 2012 ഈ സംഭവം നടക്കുമ്പോൾ ഇൻഡോറിൽ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ആരാധന നടക്കും, ആ ഒരു ആരാധന. എന്നാൽ 2013 ജനുവരിയിൽ എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ ആർക്കും കടക്കാരനല്ല. സഭയ്ക്കകത്ത് ചെറിയ ഹോളിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ലാതായ 2013 ജനുവരിയിൽ ഞങ്ങൾ 2ാമത്തെ സർവീസ് ആരംഭിച്ചു. ഹല്ലേലൂയ. നാം വിശ്വസ്തരോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കാൻ ശക്തനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. അവിടെ ഒന്നും വിഷയം തീരുന്നില്ല. അത് കഴിഞ്ഞ് 2015 വന്നപ്പോ ഇൻഡോർ വലിയൊരു മെയിൻ ലൈൻ ചർച്ച് CNI ചർച്ചിനെ ആക്രമിക്കുകയുണ്ടായി. ആ കേസിൽ ഞാൻ അന്ന് ഇന്ത്യയിൽ ജസ്റ്റ് ഒരു 2-3 വീക്സിന് വേണ്ടി ജസ്റ്റ് ഔട്ട് ഓഫ് ഇന്ത്യ ജസ്റ്റ് ഒന്ന് പോയിരുന്നു. ആ സമയത്ത് ദൈവം, ഞാൻ വിചാരിക്കുന്നത് ഒരു ജസ്റ്റ് ഒന്ന് പോയതാണ്. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ദൈവം എന്നെ ഇവിടുന്ന് മാറ്റി അതിനകത്ത് FIR എന്റെ പേര് ആഡ് ചെയ്ത് 2016
70 ഞങ്ങളുടെ കൺവെൻഷനകത്ത് ഇവർ കയറി വരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒന്നൊന്നായിട്ട് പല കേസുകളിട്ട്. എന്നാൽ ദൈവം അതിനെല്ലാം എന്നെ വിടുവിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മെന്റലി ഓർ മാനസികമായും കുടുംബപരമായിട്ടുള്ളതായ പ്രഷർ, അപ്പം പുറത്ത് പോകരുതെന്ന് സഭ ഒരു സൈഡിൽ നിൽക്കുന്നു, പുറത്തോട്ടുള്ള. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെയും പിന്നെയും ഈ ഏരിയയിലെല്ലാം കടന്നു പോകുവാനും അവിടെ ഏകദേശം 20-ലധികം ആൾക്കാരെ ലോക്കൽ ചർച്ച്, ഞങ്ങളുടെ ലോക്കൽ ചർച്ച് ത്രൂ ചെറിയ ചെറിയ സപ്പോർട്ട് കൊടുത്തിട്ട് സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 2023 വേറൊരു സഹോദരനൊക്കെ ആക്രമിക്കപ്പെടുകയും സിവിയർലി ബീറ്റൺ ആണ്. എന്ന് പറഞ്ഞാൽ വളരെ ഒറീസയെ ബേസ് ചെയ്ത് ഇൻഡോറിൽ തന്നെ സിറ്റിക്കകത്ത് അടിച്ച് ദുർഭാഗ്യവശാൽ രാത്രി 12 മണിക്ക് എന്നെ ഫോൺ ചെയ്ത് വിളിച്ച്, ഞാൻ ഇതുപോലെ ഞങ്ങളെ ഫാമിലി കുട്ടികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് അകത്തിട്ടേക്കുക, പാസ്റ്ററെ വരണം. ഞാൻ പോയില്ല, അഡ്വക്കേറ്റ് അറേഞ്ച് ചെയ്ത് വിട്ടു. എന്നാൽ ആടെ കേസിനകത്ത് ഇൻഡയറക്ട്ലി എൻ്റെ പേര് ആഡ് ചെയ്യുവാൻ ശ്രമിച്ചു. അതിനെല്ലാം എന്നാൽ ഈ കാലഘട്ടത്തിലെല്ലാം ദൈവങ്ങളെ വിടുവിച്ച് നിലനിർത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്ന് പറയാൻ, നമ്മളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു എങ്കിൽ നമ്മെ ഒരു ശക്തിക്കും തകർക്കുവാൻ സാധിക്കുകയില്ല. ഈ 24 കഴിഞ്ഞ വർഷം ഡിസംബർ 24 ഞാൻ ഇവിടുന്ന് ഏകദേശം 170 കിലോമീറ്ററിൽ ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന ഏകദേശം ചർച്ചുകളിലെല്ലാം നല്ല കൂട്ടങ്ങൾ എതിർപ്പിന്റെ മധ്യത്തിൽ ഏകദേശം അന്ന് 500 ചില്ലാനും പേര് അവിടെ സുവിശേഷം കേൾക്കുവാനും സഭയിൽ കൂടി വന്നൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ഇൻഡോറിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ വരണം, നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഔട്ട് ഓഫ് ഇൻഡോറിലാണ്, ഇപ്പം വരാൻ. TI വിളിച്ചിട്ട് പറഞ്ഞു 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും, ഞാൻ താനേ വരണം. കേക്കൊക്കെ മേടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം, ഞങ്ങൾക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ചർച്ചില് ഒത്തിരി അന്യമതസ്ഥക്കാർ കടന്നു വരുന്നെന്ന്. ഞാൻ ഒരു മറുപടി ഒന്നും അതിനിടയ്ക്ക് പല കാര്യങ്ങളും എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്ത് ചെയ്യുന്നു, എവിടെ കാര്യങ്ങൾ ഒരു 15 മിനിറ്റ്സ് പേഴ്സണൽ ടോക്ക് ചെയ്തിട്ടാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. ഹൗസ് ചർച്ചാണ്. ഞാൻ പറഞ്ഞ ഹൗസ് ചർച്ചല്ല, ഞങ്ങൾ ഒഫീഷ്യലി ചർച്ച ഉണ്ട്. ചെറിയ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പലവട്ടം അവിടെ ഒബ്ജക്ഷൻസുകളും വന്നെങ്കിലും ദൈവം നിലനിർത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പം കൂടി വരുവാന് പര്യാപ്തമായ സ്ഥലമില്ലാത്ത ഒരു രീതിയിലാണ് ദൈവം പുതിയ തലമുറകളെ തന്ന് ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പറഞ്ഞു സൺഡേയിൽ ആരാധനയ്ക്ക് ഹിന്ദു, മുസ്ലിം, ജെയിൻ, അഗ്രവാള് ആർക്ക് വേണേലും വരാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തില്ല. എവിടുന്നോ ദൈവം കൃപ തന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം TI നോക്കിയിരുന്നിട്ട് ഞാനിഞ്ഞി പോകുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അടുത്ത ദിവസം ക്രിസ്മസ് ആണ്. റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത് ചെഞ്ചിട്ടും സുവിശേഷം പറയാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അന്ന് ഞങ്ങൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പോലീസ് അവിടെ പ്രൊട്ടക്ഷനോ, അടുത്ത ദിവസം വന്ന് പോലീസും വന്നിരുന്നു പ്രൊട്ടക്ഷൻ തന്നു. ദൈവകൃപയ ഇത്രത്തോളം നിർത്തിയിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ എന്നും ഏത് നിമിഷം പ്രതികൂല സാഹചര്യത്തിൽ കടന്നു പോകുന്നുവെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തതയും ശക്തിയാണ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ദിവ്യ ശക്തി നാം ശ്രദ്ധിക്കണമേ. ഇവിടെ ഇരിക്കുന്നോണ്ട് ഭയങ്കര പാടാ. ഒരു കാര്യം ഒടുക്കിപ്പുറക്കി ചെയ്യാം. ഓക്കെ, വളരെ ശ്രദ്ധിക്കണമേ. അപ്പൊ ഈ വായിച്ച വാക്യത്തിൽ നാം കാണുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ ദിവ്യ ശക്തി പ്രാപിച്ചവർക്ക് വേണ്ടി ജീവനും ഭക്തിക്കും വേണ്ടി സകലവും നൽകിയിരിക്കുന്നു. ഒരു 20-18 മിനിറ്റ് എന്റെ മുമ്പിലുണ്ട്. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം. ഈ ദിവ്യ ശക്തി എന്ന് പറയുന്നത് നാം എഫേഷ്യൻ ലേഖനം എഫേഷ്യൻസ് 1-ാം അധ്യായത്തിന്റെ 19-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള ഭാഗമാണ് അവിടെ തുടങ്ങുന്നത്. എന്നാൽ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ സമയം സേവ് ചെയ്യാൻ വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 18 ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് പ്രാർത്ഥിച്ച് പറയുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, പൗലോസ് പ്രാർത്ഥിച്ച് നമ്മുടെ വിളിയെ പറ്റി പറഞ്ഞു വന്ന ശേഷം പറയുവാണ്, കർത്താവായ അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി.
പത്രോസ് പറയുന്ന ദിവ്യ ശക്തി, ഇവിടെ പൗലോസ് പറയുന്ന അവന്റെ ശക്തി. വളരെ ശ്രദ്ധിക്കണമേ, ഈ കാലഘട്ടത്തിൽ എതിർപ്പിന്റെ മധ്യത്തിൽ, അന്യ ആരാധനയുടെ ശക്തിയുടെ മധ്യത്തിൽ ദേവോപദ്രവം ചെയ്ത് സഭയ്ക്കെതിരെ പിശാച് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ എന്റെ സഭയെ അത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ ആ അനുഭവത്തിലേക്ക് സഭ കടന്നു വന്ന് നിലനിൽക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കണമേ. പൗലോസ് പറഞ്ഞ ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയത് ആവശ്യമായിരിക്കുന്നു. അവന്റെ ഇന്ന് നിന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അതിന്റെ ആഴം അറിയണം, ആ വ്യാപരിക്കുന്ന ശക്തി അറിയണം. ശ്രദ്ധിക്കണമേ, ഈ ശക്തി ഡിവൈൻ പവറിനെ പറ്റി ഞാൻ പറയുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി സാധാരണ ശക്തിയല്ല. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല എത്ര പേര് ഇതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നെന്ന്. എന്നിലും കർത്താവിൽ വിശ്വസിക്കുന്ന ശുശ്രൂഷന്മാരിലും വിശ്വാസികളിലും വ്യാപരിക്കുന്ന ശക്തി നമ്മുടെ ചിന്തയ്ക്കപ്പുറമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ശക്തി കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ഉയർപ്പിന്റെ ശക്തി. ഹല്ലേലൂയ. എന്റെ അകത്തും പുറത്തും വ്യാപരിക്കുന്ന പരിസ്ഥിതിക്ക് അനുസരിച്ച് അതിൽ ജയമെടുക്കുവാൻ ദൈവം നൽകുന്ന അകത്തെ മനുഷ്യനെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കപ്പെടുകയുണ്ടായി. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. വളരെ ശ്രദ്ധിക്കണം, ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ അതിശക്തിയോടെ ബലപ്പെടേണ്ടതിനു വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. 3-ാം അധ്യായത്തിലെ പ്രാർത്ഥന, 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പറയുവാണ്, ആ കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി, ആ ഉയർപ്പിന്റെ ശക്തിയാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവി ബലം പ്രാപിച്ച് ശക്തി പാടണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു, മരണപാർശ്വങ്ങൾക്കോ അവനെ പിടിച്ചമർത്തുവാൻ കഴിഞ്ഞില്ല. മരണത്തെയും പാപത്തെയും പാതാളത്തെയും തകർത്ത് ഹല്ലേലൂയ ഉയർപ്പിച്ചതായ ഉയർപ്പിന്റെ ശക്തി എന്നിലും നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ, ഈ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ നമുക്കെതിരെ വരുന്ന ദൈവരാജ്യത്തിനെതിരെ കടന്നു വരുന്നതായ അന്ധകാരത്തിന്റെ ശക്തിയുടെ മേൽ ജയമെടുക്കുവാൻ സാധിക്കും. പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇന്റർണൽ ക്രൈസിസിലൂടെ പോകുമ്പോൾ, എക്സ്റ്റേണൽ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണമേ, നിന്റെ അകത്തെ മനുഷ്യ ശക്തിയോടെ വ്യാപരിക്കുന്നുവെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ നിത്യജീവൻ ആവശ്യമായ 2 കാര്യങ്ങൾ, ജീവനും ഭക്തിയും. ഏതെല്ലാം ജീവൻ? നിത്യജീവൻ, നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന, പ്രതിദിനത്തിൽ ആവശ്യമായിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ശക്തി. ഹല്ലേലൂയ. ഇന്ന് ഈ 30 വർഷമായിട്ട് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നെങ്കിൽ ഈ ഒറ്റ ഒരു ശക്തിയുടെ കാരണത്താലാണ്. എവിടുന്ന് എങ്ങനെ ദൈവം നടത്തുന്നെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. പ്രതികൂല സാഹചര്യത്തിലും കൈവിടാതെ നിലനിർത്തുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ഉയർപ്പിന്റെ ശക്തി മാത്രമാണ് എന്നിൽ നിന്നിൽ െങ്കിൽ നിശ്ചയമായി നമ്മെ കൊണ്ട് കർത്താവായ യേശുക്രിസ്തു 9-ാം അധ്യായത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, 9-ാം അധ്യായത്തിൽ ഒരു വാക്യം കടന്നു വരുന്നു. ആ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ശ്രദ്ധിക്കണമേ, ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ ശക്തിയും അധികാരവും കൊടുത്തു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. അപ്പം കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരെ നിയോഗിക്കുമ്പോഴും ഇത് കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പൊ നമ്മുടെ ശുശ്രൂഷകൾ വെളിപ്പെടണമെങ്കിൽ, സഭ വളരണമെങ്കിൽ ഈ ശക്തി അകത്തും പുറത്തും ഒരുപോലെ വ്യാപരിക്കണം. അപ്പൊ നമ്മുടെ ശക്തി മാത്രമല്ല, അവിടെ 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഭൂതങ്ങളെ പുറത്താക്കുക. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഏത് മീറ്റിങ്ങിൽ പോയാലും ഈ പല ഗാവുകളിൽ ഇന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്ര ഇൻസിഡന്റ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത ഇൻസിഡന്റ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്റെ കണ്ണുകൊണ്ട്, നഗ്നമായ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്ന കാര്യങ്ങള്.
ഞാൻ പറയാൻ സാധിക്കും, ഭൂതം പിടിച്ച് അസുവാന്ന് പറഞ്ഞിട്ട് ഭൂതം പിടിച്ച് തുണി ധരിക്കാൻ പോലും വസ്ത്രം ധരിക്കാൻ വയ്യാത്തൊരു കടന്നു വന്ന് ദൈവസ്ഥലിൽ വിടുതൽ പ്രാപിക്കുന്ന ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയുണ്ടായി, ശുശ്രൂഷ മുഖത്ത് അനുഭവിക്കുകയുണ്ടായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഈ ശക്തി വ്യാപരിക്കുന്നു. ഇതൊന്നുകൊണ്ട് മാത്രമാണ് നാം ചെല്ലുവാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ഇന്നും ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ധകാരത്തിന്റെ ശക്തി സഭയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ നോക്കുമ്പോൾ ആരെതിർത്താലും ആര് തടുത്താലും ഇത് തടുക്കുന്ന ശക്തി അല്ല. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് ബി സ്റ്റോപ്ഡ്. ഒരിക്കലും ഇതിനെ തകർക്കുവാനോ നിർത്തുവാനോ സാധിക്കത്തില്ല. അത്ര ഭയങ്കര ശക്തിയും ബലവുമാണ് ദൈവം നമുക്ക്, അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. വിടുതലിന്റെ ശുശ്രൂഷ ഇന്നും നടക്കുന്നു, അത്ഭുതത്തിന്റെ ശുശ്രൂഷ ഇന്നും നടക്കുന്നു. ഹല്ലേലൂയ. ഭൂതങ്ങൾ ഇന്നും അലറി ഓടുന്നു, രോഗികൾ ഇന്നും സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിന്റെ മൂന്നാം ഭാഗം വായിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ നമുക്ക് വന്ന വീഴ്ച. നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം രണ്ട് സൈഡിലൂടെ ചിന്തിക്കണം. ഇന്ന് സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം നാം പറയുന്നുണ്ടോ എന്നൂടെ ചിന്തിക്കണം. ഞാൻ മടങ്ങി ആ ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം പൗലോസ് പറയുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നു. ആ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, 1-ാം അധ്യായത്തിന്റെ ആ ഭാഗം വായിച്ച് ഞാൻ നിർത്തിയിട്ട് പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ അടുത്ത ഭാഗത്തിലിരിക്കുന്നതും ഉയർപ്പിക്കുകയും സ്വർഗത്തിലും തന്റെ വലപ്പത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുവാൻ സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ശക്തി ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഡിവൈൻ പവർ ഈസ് ഗിവൺ ടു ദി ചർച്ച്. എന്റെ സ്നേഹിതന്മാരെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾ, സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ ശക്തി സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഈ ശക്തി സഭയിൽ വെളിപ്പെടണം. ഈ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടണം. ഈ ശക്തി നമ്മുടെ കൂട്ടായ്മയിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഒരു അന്ധകാരത്തിന്റെ ശക്തിക്കും ദൈവരാജ്യത്തിനെതിരെ വ്യാപരിച്ച് ബലം പ്രാപിക്കുക സാധിക്കത്തില്ല. അതിനപ്പുറമായ ഈ ശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴും നമുക്ക് ഈ കാര്യം കാണുവാൻ സാധിക്കും. ഞാൻ സമയം ചുരുക്കം കൊണ്ട് ആ ഭാഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വായിച്ച ഭാഗത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നതും അവന്റെ ദിവ്യശക്തി ജീവന്. അപ്പൊ ഈ നിത്യജീവനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ ലോകത്തിലായിരിക്കും എനിക്ക് മുമ്പേ ഞാൻ ലാസ്റ്റ് മൊമെന്റ് ശുശ്രൂഷ കർത്തദാസന് ഏലിയാവിനെ പറ്റി പറയുകയുണ്ടായി. അവിടെ 2 ഇൻസിഡന്റ് ശ്രദ്ധിക്കണം. ഏലിയാവ് ദൈവം കൊടുത്ത കൃപ അനുസരിച്ച് ആലോചന അനുസരിച്ച് പ്രവചനിച്ചിട്ട് കടന്ന് മടങ്ങിപ്പോയി. അവിടെ കേരീതില് അവന് കാക്കയും കൊണ്ട് അപ്പം കൊടുക്കുകയും കേരീതിലെ തോട്ടിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവിടുന്ന് സാറാഫിലെ വിധവയെ കൊണ്ട് പോഷിപ്പിച്ചവൻ, സാറാഫിലെ വിധവയ്ക്ക് വേണ്ടി പോഷിപ്പിച്ചവൻ. അവിടെയും കാര്യങ്ങൾ തീരുന്നില്ല. വിധവയുടെ സ്ത്രീ മരിച്ചവന് അവിടെ നിന്ന് രണ്ടാമതൊരു ജീവം അവന് കൊടുത്തത് ഈ ശക്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ജീവൻ, ഈ ലോകത്തിലെ ജീവൻ അവന് വിധവയായ സ്ത്രീക്കും അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരുക്കും, സാറാഫത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കിയുണ്ടായി, ഏലിയാവിന് വേണ്ടി ഒരുക്കിയുണ്ടായി. അധ്യായങ്ങളെല്ലാം കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു ജീവനും ഭക്തിക്കും വേണ്ടി സകലവും ദൈവം ഈ ശക്തിയാൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവന്റെ പരിജ്ഞാനത്താൽ ഉള്ളതായി. അപ്പൊ നമ്മൾ ഇതിന്റെ ആഴവും അതിന്റെ ഡീപ്നെസ്സും അതിന്റെ അതിന്റെ ഉയർച്ചയും അതിന്റെ ആഴവും മനസ്സിലാക്കണം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ. നാം ചിന്തിക്കണമേ. അടുത്ത വാക്യം വായിക്കുമ്പോൾ അപ്പൊ ഈ ദിവ്യശക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭക്തിക്ക് വേണ്ടിയുള്ള കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യം ഒക്കെ ശ്രദ്ധിക്കണമേ. 4-ാം വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 4-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്, അപ്പൊ ഈ ദിവ്യശക്തി, what I mean to say, when we have a divine power, it lead us to the divine nature. Very important. വളരെ ശക്തമായും വ്യക്തമായി നാം ചിന്തിക്കേണ്ട ഭാഗമാണ്. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, നമുക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അത് കഴിഞ്ഞ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിലെ മോഹത്തിലുള്ള നാശത്തെ വിട്ടൊഴിഞ്ഞട്ടെ.
ശ്രദ്ധിക്കണമേ, ഈ ശക്തിയിൽ ബലം പ്രാപിച്ചിരിക്കുന്ന വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും അവന്റെ മൗത്വത്താലും വീര്യത്താലുള്ള വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച് ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ മഹത്വം മഹിമ കണ്ട ദൈവ പൈതൽ ദൈവീയ കർത്തൃ ശുശ്രൂഷന്മാർ ശ്രദ്ധിക്കണമേ, ഈ ശക്തി നമ്മളെ ലീഡ് ചെയ്യുന്ന എങ്ങോട്ടാന്ന് നോക്കണം, നമ്മെ എവിടെയൊക്കെ നടത്തുന്ന നോക്കണം. മഹത്വത്തിന്റെ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞട്ടെ. അപ്പൊ നമുക്കൊരു വാർഫെയർ ഉണ്ട്, നമുക്കൊരു ശോധനയുണ്ട്, നമുക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ, അമിനെ വിട്ടൊഴിഞ്ഞിട്ട് ലോകത്തിന്റെ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞാൽ മോഹങ്ങൾ നാശത്തിലേക്ക് നയിക്കുന്നു, തലമുറ നാശത്തിലേക്ക് നയിക്കുന്നു. സഭയിൽ ഇന്ന് പറയാൻ തന്നെ നമുക്ക് ഷെയിമായിരിക്കുന്നു. ഞാൻ യാദൃച്ഛ്യമായിട്ട് വളരെ നാളുകൾക്ക് ശേഷം കേരളത്തിൽ ചെന്ന് ഞാൻ ഒരാഴ്ച കൊണ്ട് നോക്കിയിട്ട് പലയിടത്തെ ഒരു കാര്യങ്ങൾ ട്രെൻഡ് കാണുവാൻ സാധിക്കുന്നു. യങ്സ്റ്റേഴ്സ് ആർ നോട്ട് സീൻ ഇൻ ദ ചർച്ച് ആർ ഇൻ സച്ച് എ സിറ്റുവേഷൻസും. എന്നാൽ സഭയിലൊന്നും യൂത്തുകൾ കടന്നു വരുന്നില്ല, സൺഡേ സ്കൂളിൽ പിള്ളേരില്ല, മൈഗ്രേറ്റ് പോയിരിക്കുന്നു, ഉള്ളവർ വരുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ 95 പിള്ളേരുണ്ട്. യൂത്തിനെ കൂട്ടി കഴിയുമ്പോൾ ഏകദേശം ചെറുപ്പക്കാർ 13 മുതൽ 23-24 വയസ്സ് പ്രായമുള്ള ഏകദേശം 125 പേര്. ഇന്നും എതിർപ്പിന്റെ മധ്യത്തിൽ 5% പേരും അന്യജാതിക്കാർ. ഞങ്ങൾ മലയാളികളിട്ട് കുറഞ്ഞത് ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരെ കൂട്ടിയ 8-10 ഫാമിലി. തമിഴര്, തെലുങ്കരും, മറാഠി, ഗുജറാത്തി, എല്ലാ ട്രൈബൽ, ബിലാലെ, ബാർലെ, ബംഗാളി, എല്ലാ ആൾക്കാരും അന്യ ജാതിയിൽ നിന്ന് കടന്നു വന്ന ഫസ്റ്റ് ജനറേഷൻ വിശ്വാസം. ദൈവമക്കളെ, ഞാൻ ഇക്കാര്യം എന്തിനു വേണ്ടി പറയാം, നിങ്ങൾ പ്രാർത്ഥന ഉറപ്പിക്കണം. ഞങ്ങളെ പലപ്പോഴും ടാർഗറ്റ് ചെയ്ത് നോക്കിയിരിക്കുമ്പോൾ അകത്തൊരു വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഒരു ശക്തിക്ക് ഇതിനെ ദൈവസഭയെ തൊടുവാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അങ്ങനെ നാം ജീവിക്കുമ്പോൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് കാണുവാൻ സാധിക്കുന്നതും ദിവ്യ സ്വഭാവത്തിനും കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പം നമ്മൾ ദിവ്യശക്തി വ്യാപരിച്ച് നമ്മൾ ഈ നശ്വരമായ ലോകമോഹത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് ലോകത്തിന്റെ മോഹത്തിന്റെ ശക്തിയാൽ വരുന്ന നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദിവ്യ സ്വഭാവം കടന്നു വരണം. അപ്പൊ ഡിവൈൻ പവർ ആൻഡ് ഡിവൈൻ നേച്ചർ. അപ്പൊ ദിവ്യ ശക്തി നമ്മെ ദിവ്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്തുവാണ് ദിവ്യ സ്വഭാവം? ഡിവൈൻ നേച്ചർ. നമ്മ കർത്താവിൽ വ്യാപരിച്ച മാനവീയ സ്വഭാവം, ഹ്യൂമൻ നേച്ചർ, ആ വിശുദ്ധിയുടെ സ്വഭാവം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്വവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും, ഇന്ദ്രജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലമാരും ആയിരിക്കയില്ല. അപ്പൊ കണ്ടിന്യൂഷൻ 6-ാം വാക്യം 8-ാം വാക്യം വരെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആ ദിവ്യ ശക്തിയാലുള്ള ദിവ്യ സ്വഭാവം നാം വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ബൈബിൾ വചനം ചിന്തിക്കുമ്പോൾ 2 രീതിയിലും ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാം അവകാശപ്പെടുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ എന്ന കൃപാവരങ്ങളും പ്രാപിച്ച് അതിൽ നിൽക്കുന്നവരെ, പക്ഷേ ഈ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒന്നായിരിക്കും. ഒന്നുകൂടെ അതിനെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സെന്റൻസിനകത്ത്, നമ്മുടെ പഴയ മനുഷ്യൻ അല്ല എങ്കിൽ പൗലോസ് പറയുന്ന മാതിരി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക. ശ്രദ്ധിക്കണം, ആദ്യം പറഞ്ഞ 3-4 നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഠ്യം, ദ്വന്ദ്വപക്ഷ, ഭിന്നത, അസൂയ, മദ്യപാനം വിട്ടേരെ, വെറിക്കുത്ത് മുതലായവ എന്നു വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യത്തിന് അവകാശമാക്കുകയില്ല എന്ന് ഞാൻ
മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇവിടെയാണ് നമുക്ക് പത്രോസ് പറയുന്ന ദിവ്യ സ്വഭാവം, ഇന്ദ്രജയം, അങ്ങനെ വിശ്വാസത്തോടുകൂടി വീര്യം, ആ ഒരു ലിസ്റ്റ് തരുന്നു. അതോടൊപ്പം തന്നെ പൗലോസ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, we are guided and filled and guided by the power, divine power, that he will lead us to the divine nature. സ്തോത്രം. ദൈവ സന്നിധിയിലും ദൈവരാജ്യത്തിനും പ്രയോജനമുള്ളവരായി മാറണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനും വ്യത്യാസം വരുത്തണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരുത്തണം, നമ്മുടെ ആചരണത്തിന് വ്യത്യാസം വരുത്തണം, നമ്മുടെ ഇടപാടുകൾക്ക് വ്യത്യാസം വരുത്തണം. ഒരു ദിവ്യമായ സ്വഭാവത്തിലേക്ക് വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. നാം പറയുന്ന സുവിശേഷത്തിന്റെ ശക്തിയോടെ വെളിപ്പെട്ട് അന്ധകാരത്തിന്റെ ഭൂതശക്തികള് ഹല്ലേലൂയ മറ്റുള്ളതായി ഇവിടുത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക ശക്തികള് സഭയ്ക്ക് കീഴടങ്ങിയിരിക്കും. അവിടുന്ന് ആയിരിക്കുന്ന ജനം വിടുതൽ പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ സാധിക്കും. What I mean to say, let have a divine power. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവ്യ ശക്തി പ്രാപിച്ച് അതിനെ ഒന്ന് പുതുക്കിയട്ടെ, പ്രാപിച്ചവർ അതിനെ ഒന്ന് പുതുക്കിയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവന്റെ ഉയർപ്പിന്റെ ശക്തി, അതിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലം പ്രാപിച്ചിട്ട് ആ ശക്തിയിൽ ജീവിച്ച് ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമുക്ക് രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്രകാരം സമയം നൽകിയതായ ഈ പ്രെയർ ലൈൻ ഗ്രൂപ്പിനോട് ഞങ്ങള് ലിമിറ്റഡ് ടൈമിൽ ആ കാര്യങ്ങൾ നടത്തുന്നത്, പഞ്ച്വല ടൈമിങ്. എനിക്ക് തന്ന സമയത്ത് ഇനി ഒരു 3 മിനിറ്റ് കൂടെ ഉണ്ട്. എങ്കിൽ ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ വേല ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങൾക്കൊരു വിസ്താരമായ സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ഈ ആലയത്തില് രാവിലെ തൊട്ട് 4 സർവീസുകൾ, ഒരു സൺഡേ രാവിലെ 7:30 തുടങ്ങി വൈകിട്ട് 7:30 വരെ കണ്ടിന്യൂ ആയിട്ട് ഇടയ്ക്ക് 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറിന്റെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 95% ആൾക്കാരും പുതിയ ആൾക്കാർ, എല്ലാ രീതിയിലുള്ള ആൾക്കാരെ ദൈവം നൽകിയിരിക്കുന്നു. കൂടെ ശുശ്രൂഷകരുണ്ട്. ഏകദേശം ട്രൈബൽ ബെൽറ്റിൽ ഇപ്പോഴും ഞങ്ങൾ ചെല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് അത്ഭുതങ്ങൾ നടക്കുന്നു. ആൾക്കാർ കടന്നു വരുന്നു. പലയിടത്തും കൂടി വരാനുള്ള സ്ഥല സൗകര്യങ്ങളില്ല എങ്കിലും ശുശ്രൂഷിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സ് ആണ്. ഞങ്ങൾ തന്നെ ട്രെയിനിങ് ചെയ്ത് വിട്ടവരാണ്. അവിടെ ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടി വരാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തടത്ത് ചെറിയ ചായ്പുകൾ കെട്ടി അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ വേല ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷ മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു ട്രെയിനിങ് പോയിന്റിൽ നിൽക്കുകയാണ്. ഞങ്ങള് നോർത്തിലായിരിക്കുന്നുണ്ട്. അങ്ങനെ ആരെയും വലിയ കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടും വിവാഹ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. മകന്റെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ സണ്ണി മത്തായി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും പാസ്റ്റർ ജോസഫ് മാത്യുവിനും നന്ദി പറയുന്നു. ഓർക്കുമ്പോഴല്ല ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. വിശേഷാൽ ഇൻഡോറിനെയും മധ്യപ്രദേശിൽ ആദ്യമായിട്ട് മതപരിവർത്തനത്തിനെതിരായിട്ട് വധശിക്ഷയുടെ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന CM കഴിഞ്ഞ മാസം ത്രട്ടൺ ചെയ്തുകൊണ്ട് പറഞ്ഞ്, എപ്പോഴും സെൻസിറ്റീവ് ഏരിയയാണ്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഒരു 4 കേസസ് ഫേസ് ചെയ്തു, പല കാര്യങ്ങളും ഫേസ് ചെയ്തു. ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ധാരാളമായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരുക്കി തന്ന കൂട്ടായ്മയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ ശുശ്രൂഷ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന 24 hours പ്രാർത്ഥിക്കുന്നവരും ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ പല രാഷ്ട്രത്തിന്റെ കോണുകളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന്റെ പരിണിത ഫലമായി ഞങ്ങളെല്ലാം പലരിടത്ത് ചിതറി നിന്ന് ശുശ്രൂഷിക്കുമ്പോഴും നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ടവര് ആരെങ്കിലും തന്നെ ഇന്ന് വിശ്വാസ ജീവിതത്തിലും സ്വഭാവത്തിലും വ്യത്യാസം വരുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ഒരു അതിന് ടേണിംഗ് പോയിന്റിലെ ക്രൈസിസിലാവുന്നെങ്കിൽ, ദൈവമേ നിന്റെ ദിവ്യ ശക്തിയാൽ അവരെ ഉറപ്പിച്ച് അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടിയുള്ളത് കൊടുത്ത് ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ദേശത്തെയും കുടുംബത്തെയും കൂടി വന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വൺസ് അഗൈൻ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു വൺസ് അഗൈൻ. നന്ദി.